നമസ്കാരം. രഞ്ജിത്ത് അസോസിയേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു വീടിൻ്റെ ഷോ പീസുകൾ, ആക്സസറീസ് പോലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാംഗ്ലൂർ വന്നിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ക്യൂരിയോ കാസ എന്നുള്ള ഒരു ഷോപ്പിലാണ്. ആക്സസറീസ്, ഷോ പീസുകൾ, ആർട്ട് വർക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. നമുക്കിതിൻ്റെ അകത്ത് പോയി ഇവിടുത്തെ പ്രോഡക്റ്റുകളൊന്ന് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഇന്ദിരാനഗറിലുള്ള ഹോം ഡെക്കോർ ഐറ്റംസൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഷോപ്പിലാണ്. ഹോം ഇൻറ്റീരിയർ ഡെക്കറേറ്റീവ് ഐറ്റംസും ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ഐറ്റംസും ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള പോട്ടുകളാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോട്ട് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു. അത് നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യാം. ഈ കാണുന്ന പോട്ടുകൾ പലതും ഫൈബറിൽ നിർമ്മിച്ച് അതിൽ സിമെൻറ്റ് കോട്ടിങ്ങുകൾ കൊടുത്ത് ചെയ്ത പോട്ടുകളാണ് പലതും. ചിലതൊക്കെ സ്റ്റോണിൽ കാർവ് ചെയ്തെടുത്തതുകൊണ്ട് ഈ കാണുന്നതൊക്കെ അങ്ങനെയുള്ളതാണ്. ഒരു കോർണർ സ്പേസിനെയൊക്കെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെയുള്ള ഒത്തിരി ഐഡിയാസും നമുക്ക് ഇവരുടെ ഈ ഒരു ഷോപ്പിൽ വരുമ്പോൾ കിട്ടും. ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിതിലെ പല പ്രോഡക്റ്റുകളും നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബുദ്ധ പ്രതിമ ഇതൊരു പോട്ട് തന്നെയാണ്. നമുക്ക് പ്ലാന്റ്സ് വെക്കണമെങ്കിൽ വെക്കാൻ കഴിയും. ഫർണിച്ചറുകളുടെയും പോട്ടുകളുടെയും ഒക്കെ ഒരു മിക്സ് ആയിട്ടാണ് ഇവർ ഷോപ്പിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഷോപ്പിൻ്റെ എക്സ്റ്റീരിയറിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഷോപ്പിലേക്ക് എൻ്റർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇൻറ്റീരിയർ ഡിസൈനിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള ആർട്ട് വർക്കുകളും ഷോ പീസസുമാണ്. ഈ ഒരു ബ്ലൂ കളറ് ഷോ പീസുകളൊക്കെ നമുക്കൊരു റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ പീസുകളാണ്. ഇതിൽ ഈ കാണുന്ന ഈ ടേബിളുകൾ, ഈ ഷോ പീസുകൾ വെച്ചിരിക്കുന്ന ഈ ടേബിളുകളും ഒക്കെ ഇവർ സെയിലിന് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. സെറാമിക്കിലും അക്രിലിക്കിലും പ്ലാസ്റ്റിക്കിലും ഒക്കെ നിർമ്മിച്ച പല പ്രോഡക്റ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ കാണുന്ന ഈ ഗ്ലാസിൻ്റെ ഈ ഷോ പീസുകൾ നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു. അത് നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്തപ്പോൾ എങ്ങനെയാണ് വന്നതെന്നുള്ളതിൻ്റെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും നമ്മുടെ ഉപയോഗത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കും. ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. ഈ കാണുന്ന ആർട്ട് വർക്കുകളെല്ലാം തന്നെ ത്രെഡിൽ ചെയ്തിരിക്കുന്നതാണ്. ത്രെഡ് സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ആർട്ട് വർക്കുകളാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് മാർബിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെയ്സാണ്. ശരിക്കും മാർബിളിൽ നിന്ന് കാർവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, ഒറിജിനൽ മാർബിൾ തന്നെ. ഈ കാണുന്ന എല്ലാ പ്രോഡക്റ്റുകളും വളരെ യുണീക്കായിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അടുത്തതായി നമുക്കിവിടെ ഒരു സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ഒരു ചെസ് ബോർഡ് കാണും. ആ ചെസ് ബോർഡ് പൂർണ്ണമായും മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ത്രെഡ് വർക്ക് ചെയ്ത ഒരു ആർട്ട് വർക്കാണ്. ഒരു ഫാബ്രിക്കാണ്. ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്ത പോലെ ത്രെഡ് വർക്കുകൾ കൊണ്ടാണ്, സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയുള്ള ത്രെഡ് വർക്ക് കൊണ്ടാണ് ഈ ഒരു ആർട്ട് വർക്ക് ചെയ്തത്. സെറാമിക്കിൽ ചെയ്തിരിക്കുന്ന ആർട്ട് വർക്കുകളാണ്. സെറാമിക്കിൽ തന്നെ പല ഫിനിഷുകൾ, ഇപ്പോൾ കാണുന്നത് കുറച്ച് റഫായിട്ടുള്ള ഫിനിഷിലുള്ള ആർട്ട് വർക്കുകളാണ്. സെറാമിക്കിൻ്റെ മുകളിലെ റഫ് കോട്ടിങ് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന സെറാമിക്ക് തന്നെ ഗ്ലോസി ഫിനിഷിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരു സാറ്റിൻ ഫിനിഷ്, കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ക്യാറ്റിൻ്റെയൊക്കെ ഡിസൈൻ. ഇതും ഒരു സ്റ്റോൺ ആണ്. ഇത് കാണുന്ന ഈ ബ്ലാക്ക് ഡിസൈൻ കാണുന്നത് സ്റ്റോൺ ആണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഈ കാണുന്ന ഗ്ലാസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കൂണിൻ്റെ ഷേപ്പിലുള്ള ഡിസൈനാണ്. ഒരു
മൂങ്ങയുടെ ഷേപ്പിലുള്ള പൂർണ്ണമായിട്ട് ഗ്ലാസ്സിൽ നിർമ്മിച്ചതാണത്. ഈ ബുൾ ഡിസൈനൊക്കെ ശരിക്കും ഗ്ലാസ്സിലെ ഹാൻഡ് വർക്കായിട്ട് മോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഈ ഫ്ലവർ വേസസ് ഒക്കെ പൂർണ്ണമായിട്ടും ഗ്ലാസ്സിലും ക്രിസ്റ്റലിലും ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ കുറച്ച് ഗ്ലാസിൻ്റെയൊക്കെ ഷാമ്പെയിൻ ഗ്ലാസ്സുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ലാമ്പ് അതിൻ്റെ ഷെയ്ഡൊക്കെ വാഴനാര് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ ബേസ് സ്റ്റോൺ ആണ്. ഒരു വീടിനെ ഓൾട്ടർ ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് വീടിൻ്റെ പല പല മുറികളാണ് ഇവരുടെ ഡിസ്പ്ലേ സെൻറ്റർ ആക്കി വെച്ചിരിക്കുന്നത്. ഇവരുടെ ഒത്തിരി ഡിസൈനർ ലൈറ്റുകളും ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഡിസൈനിലുള്ള കുറേ ലൈറ്റുകളുണ്ട്. അതെല്ലാം തന്നെ സെറാമിക്കും ഗ്ലാസിൻ്റെയും മിക്സ് ചെയ്തിരിക്കുന്ന ലൈറ്റുകളാണ്. ഇപ്പോൾ കാണുന്ന ഈ ലൈറ്റിൻ്റെ ബേസ് സെറാമിക്കാണ്. അത് ഏറ്റവും താഴത്തെ പോർഷൻ മാർബിളും ഇതിൻ്റെ ഷെയ്ഡ് ഫാബ്രിക്കാണ്. 3D എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ ഓരോ റോസാപ്പൂവിനെ സെറാമിക്കിൽ ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് ഒരു ലാംബോർഗിനി കാറിൻ്റെ ഒരു മോഡലും ഒരു സ്കെയിൽഡ് മോഡലും അതിൻ്റെ പിക്ചേഴ്സും ഒക്കെ വെച്ച് അതിൻ്റെ ലോഗോയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. ഈ കാണുന്ന ഒരു ബാർ യൂണിറ്റാണ്. നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാവുന്ന ഒരു ബാർ യൂണിറ്റാണ്. ഇത് നമുക്കിത് ആവശ്യമില്ലാത്തപ്പോൾ അത് അടച്ചു വെക്കാനും അതിൽ തന്നെ ഡോറിൽ തന്നെ നമുക്ക് സ്റ്റോറേജ്, ഗ്ലാസിൻ്റെ സ്റ്റോറേജ്, ഇവിടെ ഡ്രോയർ വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ മിനി ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ അതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ആ തരത്തിലുള്ള ആ രീതിയിലുള്ള 2-3 ടൈപ്പ് ഡിസൈൻസ് ബാർ യൂണിറ്റുകളുണ്ട്. നമുക്ക് ഒരു ബാർ യൂണിറ്റിൻ്റെ ഒരു ടേബിളൊക്കെ ഉണ്ടെങ്കിൽ ആ ടേബിളിൽ ഇത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ച് വെക്കാം. ആർട്ട് വർക്കുകളാണ്, ക്യാൻവാസിൽ ചെയ്തിരിക്കുന്ന ഒറിജിനൽ ആർട്ട് വർക്കുകളാണ്. ഇത് ക്യാൻവാസും അക്രിലിക് പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 3D ആർട്ട് വർക്കുകൾ ഇവർ കുറേ ചെയ്തിട്ടുണ്ട്. ഇത് ക്യാൻവാസാണ്, അതിൽ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ക്യാപ്പിൻ്റെയൊക്കെ ഭാഗം ഇതൊക്കെ ശരിക്കും ഒറിജിനൽ ഫാബ്രിക് തന്നെയാണ്. ഈ ഇയർ റിങ്സ് ഒക്കെ ഒറിജിനലായിട്ട് ഇയർ റിങ്സാണ്. ഒരു പെയിൻറ്റിങ്ങിൻ്റെയും ഒരു 3D വർക്കിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റലിലും റെസിനിലും ഒക്കെ ചെയ്തിരിക്കുന്ന കുറേ ആർട്ട് വർക്കുകൾ ഇവിടെ ഉണ്ട്. ഇത് റെസിനിലും ഗോൾഡ് ലീഫ് മിക്സ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മളിപ്പോൾ കാണുന്ന ഒരു ആർട്ട് വർക്ക്, ഒരു പെയിൻറ്റിംഗ് എന്നോ അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതൊരു പാരച്യൂട്ടുകൾ താഴേക്ക് വരുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ബാക്കിലുള്ളത് ക്യാൻവാസ് ആണ്. അതിനൊരു അക്രിലിക്കിൻ്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി. ഇപ്പോൾ നമ്മളിതിൽ കാണുന്നതെല്ലാം കൂടുതലും ടേബിളുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫ്ലവർ വേസുകളായിട്ട് ടേബിളിൻ്റെ മുകളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫ്ലവർ വേസുകളും അതേപോലെയുള്ള ബെഡ് സൈഡ് ലാമ്പുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു മോഡേൺ ഇൻറ്റീരിയർ ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ളൊരു ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ആ ഡിസൈനുമായിട്ട് ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൽ മാച്ചിങ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഫില്ലിങ്ങുകളായിട്ടുള്ള ആക്സസറീസ്, ആർട്ട് വർക്കുകൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഓപ്ഷൻസ് ഇവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ ഇതുപോലുള്ള ആക്സസറീസ് പർച്ചേസിന് വന്നതാണ്. ശരിക്കും ഈ ഷോപ്പിൽ നിന്ന് തന്നെ 90% അതുപോലുള്ള ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിലേക്കും ടെറസിലേക്കും ഒക്കെ പോയി നമുക്ക് നോക്കാം. ഈ ഷോറൂമിൻ്റെ ടെറസ് ഏരിയയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കൂടുതലും എക്സ്റ്റീരിയർ ഫർണിച്ചറുകൾ, ബാൽക്കണിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ഗാർഡനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫർണിച്ചറുകൾ, ഇതൊക്കെയാണ് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്ന കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളൊക്കെ ഇവർ ഡീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാൻഡ്ലിയറാണ്. അത് ശരിക്കും ഒരു മെറ്റലിൻ്റെ ഒരു നെറ്റും അതിലെ കോൺക്രീറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഈ ഫർണിച്ചറുകളെല്ലാം തന്നെ എക്സ്റ്റീരിയർ ക്വാളിറ്റി ഫർണിച്ചേഴ്സാണ്. ശരിക്കും ഇതൊരു ബാൽക്കണിയിലേക്കൊക്കെ പറ്റുന്ന ഒരു ബെഡാണ് ആ കാണുന്നത്. ഇതുപോലെയുള്ള ഒരു അറേഞ്ച്മെൻറ്റുകളൊക്കെ നമുക്ക് ബാൽക്കണികൾക്കും ഓപ്പൺ ടെറസുകൾക്കും ഒക്കെ പറ്റുന്നതാണ്. കുറേ പഴയ വുഡിൻ്റെ പീസുകൾ അറേഞ്ച് ചെയ്ത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ളൊരു ആർട്ട് വർക്കാണ്.
വീടിനെ ഷോറൂം ആക്കിയത് കൊണ്ട് തന്നെ എൻ്റെ സ്റ്റെയർ കേസ് ഏരിയയാണിത്. ആ ഏരിയയിലും അവർ വളരെ ഭംഗിയായിട്ട് കുറേ മിറേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഡിസൈനർ മിറേഴ്സാണ്. ഈ കാണുന്ന ആർട്ട് വർക്കുകളെല്ലാം ക്യാൻവാസിൽ അക്രിലിക് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഒരു ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഡിസൈനർ ഷാൻഡലിയറുകളും ഒക്കെ ഇവർ ഡീൽ ചെയ്യുന്നുണ്ട്. വളരെ വലിയൊരു സെലക്ഷൻ വളരെ ടേസ്റ്റ്ഫുള്ളായിട്ട് ഇവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. വളരെ നല്ല സെലക്റ്റഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏത് ഐറ്റംസ് എടുത്താലും ഒരു മോഡേൺ ഇൻറ്റീരിയേഴ്സിന് വളരെ നന്നായിട്ട് സൂട്ടാവുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ജാപ്പനീസ് സാമുറായി ആ ഒരു ആർട്ട് വർക്കൊക്കെ വളരെ നല്ല ഒരു റയർ പീസുകളാണ്. ഈ ഗോറില്ലയുടെ ഒരു ഡിസൈനൊക്കെ ഒരു ക്ലേയിൽ വളരെ റഫ് ഫിനിഷിലൊക്കെ ചെയ്തിരിക്കുന്നതാണ്. വളരെ ഭംഗിയായിട്ട് ഉണ്ട്. ഇതുപോലെയുള്ള ഡിസൈനർ ലാമ്പുകളും ഇവിടെയുണ്ട്. അതിൻ്റെ ബേസൊക്കെ സെറാമിക്കാണ്. ഇതിൻ്റെ ബേസ് മെറ്റലും അതിൻ്റെ ഷെയ്ഡ് സെറാമിക്കുമാണ് ആ ബ്ലൂ കളറിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ സെറാമിക് ബോളുകളുടെ ഒരു ബേസിലെ ഫാബ്രിക്കിൻ്റെ ഷെയ്ഡാണ്. ഈ കാണുന്ന ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ചില ടേബിളുകളുടെയൊക്കെ മുകളിലൊക്കെ ചെറിയ സെൻറ്റർ ടേബിളുകളുടെയോ സൈഡ് ടേബിളുകളുടെയൊക്കെ മുകളിലൊക്കെ വളരെ ചെറിയ ഓരോ ഷോ പീസുകളായിട്ട് വെച്ചാൽ വീടിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സിനെ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഈ കാണുന്ന ഈ ഒരു ഗേളിൻ്റെ സ്റ്റാച്ചു, അതിലെ ആ പാത്രത്തിൽ നമുക്ക് റൂമിലേക്ക് നല്ല സ്മെല്ല് കിട്ടുന്ന രീതിയിലുള്ള ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ്. ഹോൾസ് ഉള്ള ആ ഒരു പോട്ടിലൊക്കെ നല്ല ക്യാൻഡിലൊക്കെ വെക്കുവാണെങ്കിൽ അത് ഇൻറ്റീരിയേഴ്സിന് വളരെ നല്ലൊരു ആംബിയൻസ് നൽകും. ഈ കാണുന്ന ഒരു പ്രോഡക്റ്റൊക്കെ ശരിക്കും ഒരു വീടിൻ്റെ ഒരു എൻട്രൻസ് ഫോയർ ഏരിയയിലൊക്കെ ഒരു കൺസോളിലൊക്കെ വെക്കാൻ നല്ലതാണ്. ക്യാൻഡിൽ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. ഇത് വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. ഈ കാണുന്ന ഓരോ പ്രോഡക്റ്റും വളരെ യുണീക്ക് ആൻഡ് റെയർ പീസസാണ്. നമുക്ക് ഒട്ടും കൂടുതൽ ആലോചിക്കാതെ തന്നെ നമുക്ക് ഓരോ പീസുകളെടുത്ത് പർച്ചേസ് ചെയ്ത് നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ വെക്കാവുന്നതാണ്. ഒരിക്കലും അതൊരു റോങ് ചോയ്സ് ആവില്ല. അത്രയ്ക്ക് സെലക്റ്റഡ് ആയിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത്.